ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ ശനിയാഴ്ച ഇവിടെ ശോഭ സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശോഭ സിറ്റിയാണ് ഇത്. ഇതിൻ്റെ മുമ്പ് ഏകദേശം ശോഭ സിറ്റിക്ക് ഞങ്ങൾ എത്തിയത് ഏകദേശം വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ തൃശ്ശൂർ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂവിൽ പോയ സമയത്ത് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 2 ഫോണിലായിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫോണിലുള്ള ബാറ്ററി ലോ ആയിരുന്നു കേട്ടോ. ബാറ്ററി ലോ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 ഫോണിലും കൂടെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കിയിട്ട് അത് രണ്ടും ക്ലിപ്സ് ഒന്നും മെർജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഏകദേശമൊക്കെ കുറേ ഒരേപോലെ. അപ്പോൾ ആദ്യം ഏതാ പോയത് അങ്ങനെ ഒരു ഭയങ്കര പിന്നെ ഒരുപാടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ അതിലേതാണ് ആദ്യത്തേത് അങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ സാവകാശം നോക്കിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെയാണ് സൂ പോയത്. കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ശോഭ സിറ്റിയിൽ തൃശ്ശൂർ ശോഭ സിറ്റിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ തൃശ്ശൂർ സൂവിലെത്തിയപ്പോൾ അവിടെ നിന്നൊരു ചായയും ചെറിയ സ്നാക്സും അങ്ങനെ കഴിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വിശപ്പ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശോഭ സിറ്റിയിൽ എത്തിയപ്പോഴാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിയത്. മസാല ദോശ അല്ല, നെയ് റോസ്റ്റ്, പിന്നെ അതേപോലെ ഭൂരി, ഊത്തപ്പം, പിന്നെ ഒരു കോഫി അങ്ങനെ. പക്ഷേ ഞാൻ മിനി ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നപ്പോൾ മിനി ഒന്നും അല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള നെയ് റോസ്റ്റും പൂരിയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് 2 തന്നെ ധാരാളമായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾ യൂസ്റ്റേൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ യൂസ്റ്റേൽ. അവിടുന്ന് 2-3 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫാത്തിമാസ് ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേരുള്ളത്. വലുതൊന്നുമല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹൈപ്പർ മാർക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വെറുതെ അങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പർ അങ്ങനെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മുസിയാക്ക ഫിഷ് സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടോളി. ഫസ്റ്റ് കാല് വെച്ചപ്പോഴേ ആ മീനൊക്കെ കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് വേണ്ട, എനിക്ക് എന്തോ ബുദ്ധിമുട്ടാണ് അത് ചെയ്യണത്. ഞാനൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മസാജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് പകരമായിട്ട് ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ഫിഷ് സ്പാ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മസാജ് ചെയ്ത സമയം കൊണ്ട് മുസിയാക്ക പിന്നെ ഈ കാലിനുള്ളൊരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ഈ ഇലക്ട്രിക് വൈബ്രേഷൻ, ഇതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഏകദേശം രാത്രിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ സൂവിൽ പോയ വീഡിയോസും അതേപോലെ തന്നെ ഈ ശോഭ സിറ്റിയിൽ പോയിട്ടുള്ളതും ഒക്കെ ഒരുമിച്ച് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് എന്തോ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഈ ഒരു വിശേഷം നിങ്ങളുടെ അടുത്ത് പറയാതെ എന്നിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നിങ്ങളോട് ഈ വിശേഷങ്ങളൊന്നും പറയാഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ.